The story The Price of Flowers, written by Prabhat Kumar Mukhopadhyaya, tells us about the bond in human life. ഈ കഥ നടക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. The main characters of the story are Mr. Gupta, the narrator of the story, Alice Margaret Clifford, or Maggie. She is a young girl and she is the main character of the story. Mrs. Clifford, Maggie's mother. Mr. Frank, Maggie's brother, is a soldier in India. When the story starts, Mr. Gupta is living in London. He reached in a restaurant at St. Martin's Lane to have lunch. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മിസ്റ്റർ ഗുപ്ത തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുകയാണ്. ഷി വാസ് ലുക്കിംഗ് അറ്റ് ഹിം. തന്നെ നോക്കുന്ന ആ പെൺകുട്ടി. ആഫ്റ്റർ ഹാവിംഗ് ഹെർ ലഞ്ച് ഷി എൻക്വയർഡ് അബൌട്ട് മിസ്റ്റർ ഗുപ്ത ടു ദ കാഷ്യർ. കാഷ്യറോട് തന്നെക്കുറിച്ച് എന്താണ് ആ പെൺകുട്ടി ചോദിച്ചതെന്ന് ഭക്ഷണശേഷം മിസ്റ്റർ ഗുപ്ത അന്വേഷിക്കുന്നു. മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണോ എന്നാണ് ആ പെൺകുട്ടി അന്വേഷിച്ചിരുന്നത്. ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മിസ്റ്റർ ഗുപ്തക്ക് വല്ലാത്ത താല്പര്യമുണ്ടാവുന്നു. കേശവരോട് അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എവറി സാറ്റർഡേ ആ പെൺകുട്ടി ഇവിടെ വരാറുണ്ട് എന്ന് കേശവർ അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശനിയാഴ്ച മാത്രം വരുന്നതിനുള്ള മറുപടി ആയിട്ട് അവർ ഗസ് ചെയ്യുന്നത്, സാറ്റർഡേ പേ ഡേ ആണ്, വേതനം കൊടുക്കുന്ന കൂലി കൊടുക്കുന്ന ദിവസമാണ്. മറ്റു ദിവസങ്ങളിൽ വന്ന് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ പണം ആ പെൺകുട്ടിയുടെ കയ്യില്ലാത്ത കൊണ്ടായിരിക്കാം. പിറ്റേന്ന് ഞായറാഴ്ചയാണ്. തൊട്ടടുത്ത തിങ്കളാഴ്ച മിസ്റ്റർ ഗുപ്ത ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങിയെങ്കിലും കാണാൻ പറ്റിയില്ല. സോ ഹി വെയിറ്റഡ് ഫോർ ദ സാറ്റർഡേ. ശനിയാഴ്ച ഉച്ചഭക്ഷണത്തിന് വേണ്ടി മിസ്റ്റർ ഗുപ്ത റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേരുകയാണ്. അടുത്ത ടേബിളിൽ ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അടുത്തിരിക്കുന്നവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. പരിചയത്തിൽ പെൺകുട്ടി ഗുപ്തയോട് അന്വേഷിക്കുന്നത് ഇന്ത്യക്കാരനാണോ എന്നും വെജിറ്റേറിയൻ ആണോ എന്നും, ഇന്ത്യയിൽ വെദർ ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് എന്നുമാണ്. മിസ്റ്റർ ഗുപ്ത എന്തുകൊണ്ടാണ് അങ്ങനെ അന്വേഷണം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എൻ്റെ സഹോദരൻ മിസ്റ്റർ ഫ്രാങ്ക് ഈസ് വർക്കിംഗ് ആസ് എ സോൾജിയർ ഇൻ ഇന്ത്യ. മാത്രമല്ല ഫ്രാങ്കിനെ കുറിച്ച് കുറേ നാളുകളായിട്ട് യാതൊരു വിവരവുമില്ല. ഏതായാലും സംസാരത്തിനൊടുവിൽ മിസ്റ്റർ ഗുപ്ത മാഗിയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് അവളുടെ അമ്മ മിസസ് ക്ലിഫോർഡിനെ കാണാൻ പോകാൻ തയ്യാറാവുന്നു. അവർ ഒരുമിച്ചുള്ള യാത്രക്കിടയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മാഗിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നു. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ സിവിൽ സർവീസ് സ്റ്റോർ. അവിടെ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ലാംബത്തിലുള്ള അവരുടെ വീട്ടിലേക്ക് മിസ്റ്റർ ഗുപ്തയും മാഗിയും എത്തിച്ചേരുകയാണ്. അമ്മയെ വിഷ് ചെയ്യുന്നു. അമ്മ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. ശനിയാഴ്ചകളിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് പുഷ്കാട്ടുകളിലായിട്ട് ആളുകൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ ലാംബത്തിലെ തെരുവിൽ, പാവങ്ങൾ ജീവിക്കുന്ന തെരുവിൽ കൊണ്ടുപോയി വിൽക്കുകയും, ശനിയാഴ്ച രാത്രി എന്ന് പറയുന്നത് ലാംബത്തിൽ ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ദ പുവർ പീപ്പിൾ ആണ്. പാവങ്ങളുടെ ഒരു ആഘോഷമായിരുന്നു. ആളുകൾ സാധനങ്ങൾ കൊണ്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു രാത്രിയായിരുന്നു ശനിയാഴ്ച രാത്രി. കാരണം ശനിയാഴ്ചയാണ് പേ ഡേ എന്ന് പറയുന്നത്, വേതനം കിട്ടുന്ന, കൂലി കിട്ടുന്ന ദിവസമായിരുന്നു. അവിടെ സംസാരത്തിനിടയിൽ വീണ്ടും അമ്മയും ആവർത്തിക്കുകയാണ്, വെദർ ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ഓർ ഫീവേഴ്സ്. മിസ്റ്റർ ഗുപ്ത അല്ല എന്ന് മറുപടി പറയുന്നു. ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആർ ദർ ഇൻ ദ ജംഗിൾ. അവരൊക്കെ കാട്ടിലാണെന്നും ഫീവേഴ്സ് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. അതിനിടയിലാണ് മിസസ് ക്ലിഫോർഡ് മകളോട് ആ ക്രിസ്റ്റൽ റിംഗ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. മുമ്പ് അവരുടെ മകൻ ഫ്രാങ്ക് കൊടുത്തയച്ച ഒരു ക്രിസ്റ്റൽ റിംഗ്, ഒരു മോതിരം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഏതോ ഒരു യോഗിയാണ് ഫ്രാങ്കിന് ആ മോതിരം കൊടുത്തിരുന്നത്. ആ മോതിരത്തോടൊപ്പം ഫ്രാങ്ക് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഈ മോതിരത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും അറിയാൻ കഴിയുമെന്ന് കൂടെ പറഞ്ഞിരുന്നു. അവർ നോക്കിയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോൾ അവരുടെ മകനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മിസ്സിസ് ക്ലിഫോർഡും മാഗിയും അതിലേക്ക് നോക്കിയെങ്കിലും ഒന്നും കാണാൻ പറ്റിയില്ല. ബട്ട് ദേ ബിലീവ്ഡ് ദാറ്റ് ഇഫ് എൻ ഇന്ത്യൻ ആൻഡ് സ്പെഷ്യലി ഇഫ് എ ഹിന്ദു ലുക്സ് അറ്റ് ദിസ് ക്രിസ്റ്റൽ റിംഗ് ഹി കുഡ് സീ സംതിങ് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഹിന്ദുവായ ഗുപ്തയെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി മാഗി ഇത്രയും താല്പര്യം കാണിച്ചത്. മാത്രമല്ല ഗുപ്ത ഒരു വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചതും അതുകൊണ്ടായിരുന്നു. ഏതായാലും ഗുപ്ത ആ റിങ്ങിലേക്ക്, ആ ക്രിസ്റ്റലിലേക്ക് നോക്കുകയാണ്. ഹി കുഡ് സീ നത്തിങ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ കാര്യം പറഞ്ഞപ്പോൾ മിസസ് ക്ലിഫോർഡിൻ്റെയും മാഗിയുടെയും മുഖത്ത് വല്ലാത്ത മ്ലാനത അനുഭവപ്പെടുന്നു. ദേ ബിക്കെയിം ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ വിഷയം മാറ്റുന്നു അവിടെ നിന്ന്. അങ്ങനെ അവർക്കിടയിലുള്ള സൗഹൃദം വളരുന്നു. ഗുപ്ത തിരിച്ചു വന്നെങ്കിലും പലപ്പോഴും ആ വീട്ടിൽ സന്ദർശിക്കുകയും മാഗിയെയും കൊണ്ട് പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന പതിവുകൾ ഉണ്ടാവുന്നു.
അതിനിടയിൽ ഫ്രാങ്കിനെക്കുറിച്ച്, സഹോദരനെക്കുറിച്ച് ഇന്ത്യൻ ഹൗസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ സന്ദർശിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ഓൺലി വൺ തിങ്, ദാറ്റ് ഹീ ഈസ് ഇൻ ദ വാർ ഫ്രണ്ട്. ഇന്ത്യയിൽ യുദ്ധമുഖത്തായിരുന്നു ഫ്രാങ്ക് എന്ന് അറിയാൻ പറ്റുന്നു. ഏതായാലും ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരിക്കൽ ഗുപ്തയ്ക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ് മാഗിയിൽ നിന്ന്. ആ ലെറ്ററിൽ പറയുന്നത്, അമ്മക്ക് തീരെ സുഖമില്ല, താങ്കൾക്ക് പ്രയാസമില്ലെങ്കിൽ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരണമെന്നായിരുന്നു. താൻ താമസിക്കുന്ന വീട്ടിലുള്ള ആളുകളുടെ കൂടി ഉപദേശം പരിഗണിച്ചുകൊണ്ട് ഗുപ്ത വീണ്ടും മാഗിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഗുപ്തയെ കണ്ടപ്പോൾ മാഗി പൊട്ടിക്കരയുകയായിരുന്നു. മുഖം പൊത്തിയിട്ട് കരയുകയാണ്. വാട്ട് ക്യാൻ ഐ ഡു ടു ഹെർ എന്ന് ഗുപ്ത വല്ലാതെ സങ്കടപ്പെടുന്നു. ഗുപ്തക്ക് ഉറപ്പില്ല ഈ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ബിക്കോസ് ഹി വാസ് ഇൻ ദ വാർ ഫ്രണ്ടാണ്, യുദ്ധമുഖത്താണ്. മാഗി ഗുപ്തയോട് എന്തോ ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു, ഒരിക്കൽ കൂടി ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കണം മിസ്റ്റർ ഗുപ്ത, എന്നിട്ട് തൻ്റെ അമ്മയോട് പറയണം ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല എന്ന്. അത് വലിയൊരു തെറ്റായി മാറുമോ? അത്തരമൊരു കളവ് പറയുന്നത് ഒരു ഹിന്ദുവായ ഗുപ്തക്ക് വലിയ പ്രയാസമായി മാറുമോ എന്നൊക്കെ മാഗി ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും മിസ്റ്റർ ഗുപ്ത പറഞ്ഞു, നോ, അതിനേക്കാണൊക്കെ വലിയ ഒരുപാട് തെറ്റുകൾ നാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മ എഴുന്നേറ്റ് വന്ന് നോക്കിയിട്ട് ഗുപ്തയും മാഗിയും അമ്മയുടെ അടുത്ത് പോകുന്നു. ഗുപ്ത ആ റിങ്ങിൽ നോക്കിയിട്ട് അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു. ഷീ ബിക്കേം വെരി എനർജറ്റിക്. അസുഖമായി കിടന്നിരുന്ന അമ്മ പെട്ടെന്ന് ഊർജ്ജസ്വലയായിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. ആ ദിവസം കഴിഞ്ഞു പോയി. പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോഴും ഫ്രാങ്കിനെ കുറിച്ച് വിവരങ്ങളൊന്നും അവർ കിട്ടുന്നില്ല. മിസ്റ്റർ ഗുപ്തക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം എത്തിച്ചേരുകയാണ്. അതിനിടയിൽ ഫ്രാങ്ക് മരിച്ചുപോയി എന്നുള്ള വിവരം മിസ്റ്റർ ഗുപ്ത അറിയുന്നു. മാഗി കറുത്ത ബോർഡർ കൂടിയ ഒരു ലെറ്റർ ഗുപ്തക്ക് അയച്ചിരുന്നു. തിരിച്ചു പോകുന്ന വിവരം അറിയാൻ വേണ്ടി മാഗിയെയും മിസ്സിസ് ക്ലിഫോർഡിനെയും പോയി കാണണമെന്ന് ഗുപ്തക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സങ്കടത്തിലായിരുന്ന അവരുടെ കുടുംബത്തിലേക്ക് പോകാൻ ഗുപ്തക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പകരമായിട്ട് മിസ്റ്റർ ഗുപ്ത ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ അവർക്ക് അയക്കുകയാണ്. അവസാനമായിട്ട് മിസ്റ്റർ ഗുപ്ത പിരിയാൻ പോകുന്ന ദിവസം, അന്ന് രാവിലെ താൻ താമസിക്കുന്ന വീട്ടുകാരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീട്ടിൻ്റെ ഡോറിൽ ഒരു നോക്ക് ഉണ്ടാവുക, ഒരു മുട്ടൽ കേൾക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ ഇറ്റ് വാസ് മാഗി ആയിരുന്നു. മാഗി വന്നിട്ട് മിസ് ഗുപ്തയോട് പറയുകയാണ്, എപ്പോഴാണ് പോകുന്നതെന്ന് അന്വേഷിക്കുന്നു, എത്ര ദിവസമെടുക്കും ഇന്ത്യയിൽ എത്താണെന്ന് അന്വേഷിക്കുന്നു, എവിടെയാണ് പോകുന്നതെന്ന് അന്വേഷിക്കുന്നു. അവരുടെ സഹോദരൻ ബറി ചെയ്യപ്പെട്ടിരിക്കുന്ന, ശവസംസ്കാരം നടത്തിയിരിക്കുന്ന പഞ്ചാബിലെ ആ പ്രദേശത്ത് ഗുപ്തയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നു. ഗുപ്ത വാക്ക് കൊടുക്കുന്നു, ഞാനവിടെ പോകും, താങ്കളുടെ സഹോദരൻ്റെ, മാഗിയുടെ സഹോദരൻ്റെ ഗ്രേവ് യാർഡ് ഞാൻ സന്ദർശിക്കുമെന്ന് മിസ്റ്റർ ഗുപ്ത ഉറപ്പ് കൊടുക്കുകയാണ്. ആ സമയത്ത് തൻ്റെ കയ്യിൽ കരുതി കൊണ്ടുവന്നിരുന്ന ഒരു കൂട്ടം ഷില്ലിങ്ങുകൾ, നാണയത്തൊട്ടുകൾ മാഗി മിസ്റ്റർ ഗുപ്തക്ക് നൽകുകയാണ്, ടേബിളിലേക്ക് വെക്കുകയാണ്. ഒരുപക്ഷെ മാഗിയുടെ ഇത്രയും നാളത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത ആ നാണയത്തൊട്ടുകൾ ടേബിളിൽ വെച്ചിട്ട് പറയുന്നു, ഈ പണം കൊണ്ട് നിങ്ങൾ പൂക്കൾ വാങ്ങണം, ഈ പണം കൊണ്ട് നിങ്ങൾ പൂക്കൾ വാങ്ങിയിട്ട് തൻ്റെ സഹോദരൻ്റെ ഗ്രേവ് യാർഡിൽ നിങ്ങൾ അർപ്പിക്കണം, സമർപ്പിക്കണം. ഗുപ്തക്ക് ആ സമയത്ത് പറയാൻ തോന്നി, ഇന്ത്യയിൽ പൂക്കൾക്ക് വിലയില്ല, ഇന്ത്യയിൽ പൂക്കൾ വില കൊടുക്കാതെ കിട്ടുന്ന ഒരു സാധനമാണതുകൊണ്ട് പണം ആവശ്യമില്ല എന്നൊരിക്കൽ പറയാൻ തോന്നിയെങ്കിലും പിന്നീടും ഗുപ്ത മറ്റൊരു കാര്യം ആലോചിച്ചു. ഈ പെൺകുട്ടി തൻ്റെ സഹോദരന് വേണ്ടി ചെയ്യുന്ന ഈ സാക്രിഫൈസ്, ആ സാക്രിഫൈസ്, ആ ത്യാഗം ഒരുപക്ഷെ പെൺകുട്ടിക്ക് നൽകുന്ന മാനസികമായ സംതൃപ്തി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സംതൃപ്തി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് മിസ്റ്റർ ഗുപ്ത ആ ഷില്ലിങ്സ്, ആ നാണയത്തൊട്ടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവസാനമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇന്ത്യയിലെത്തിയിട്ട് തൻ്റെ സഹോദരൻ ഫ്രാങ്കിൻ്റെ ഗ്രേവ് യാർഡ് സന്ദർശിച്ചിട്ട് നിങ്ങൾ എനിക്ക് എഴുതണം, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഗുപ്ത എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ വില പറയുന്ന കഥയാണിത്. Friends, now let us discuss the exam-oriented questions and their answers. ഞാൻ നേരത്തെ പറഞ്ഞു, പരീക്ഷയ്ക്ക് വളരെയേറെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണിത്. 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇതിനുണ്ടാവാറുണ്ട്. ഈ ഒരു ടൈറ്റിലിൻ്റെ ആപ്റ്റ്നെസ്സിനെ കുറിച്ച്, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാനിവിടെ അത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന റിവ്യൂ ടൈപ്പുള്ള ഒരു നോട്ട്സ് ഇവിടെ നൽകുകയാണ്. ഇത് നിങ്ങൾക്ക് ആ തരത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതാൻ പറ്റുന്നതാണ്. ലെറ്റ് us ഡിസ്കസ് ഇറ്റ്. ഇതിൻ്റെ ആദ്യ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസസ് ദ ടൈറ്റിൽ, അതിൻ്റെ തീം എന്താണെന്ന് പറയുന്നു, ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് ദ ക്യാരക്ടേഴ്സ്,
അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നു. ഹൗ ദ സ്റ്റോറി ഡെവലപ്സ്, കഥ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ടെൽസ് അസ് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ദ ഹാർഡ്ഷിപ്പ് ഓഫ് ദ പുവർ പീപ്പിൾ ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് വാർ. ഈ ഒരു കഥ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട തീമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Then Gupta was an Indian living in London. Once he met an English girl in a vegetarian restaurant. Her name was Alice Margaret Clifford. She was called Maggie. പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളായ ഗുപ്തയെയും മാഗിയെയും പരിചയപ്പെടുത്തുന്നു. She was 13 years old. She was working as a typist in a nearby office. She lives with her widowed mother in a poor neighborhood. തൻ്റെ വിധവയായ അമ്മയോടൊപ്പം ഒരു പുവർ നെയ്ബർഹുഡിൽ പാവങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബത്തെക്കുറിച്ച്. ഷി വാണ്ടഡ് ടു നോ ഇഫ് ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ. ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ ഈ പെൺകുട്ടിക്ക് മാഗിക്ക് ഗുപ്ത ഇന്ത്യക്കാരനാണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഹെർ ബ്രദർ ഫ്രാങ്ക്, ഹെർ ഓൺലി ബ്രദർ ഫ്രാങ്ക്, ഹി വാസ് ഇൻ മിലിറ്ററി സർവീസ് ഇൻ ഇന്ത്യ. മാത്രമല്ല, ദേ ഹാവ് നോ ഇൻഫർമേഷൻ ഫ്രം ഹിം ഫോർ സെവറൽ മന്ത്സ് ആൻഡ് ദേ ആർ വറീഡ്. തങ്ങളുടെ തൻ്റെ സഹോദരനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് യാതൊരു വിവരവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാഗിയുടെ അമ്മയും വറീഡായിരുന്നു. മാഗി ആൻഡ് ഹെർ മദർ മിസ്സസ് ക്ലിഫോർഡ് തിങ്ക് ദാറ്റ് ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. മാത്രമല്ല, അവർക്കിടയിലൊക്കെ പ്രചരിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിറയെ ടൈഗേഴ്സും സ്നേക്സും കൂടാതെ പനിയും ഫീവേഴ്സ് പകർച്ചവ്യാധിയുമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഗുപ്തയെ കണ്ടപ്പോൾ തന്നെ ഒരു ഇന്ത്യക്കാരനാണെന്ന് കരുതിയിട്ട് പരിചയപ്പെടാൻ മാഗി ആഗ്രഹിച്ചത്. അവർ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം മിസ്റ്റർ ഗുപ്ത മാഗിയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. അടുത്ത പാരഗ്രാഫിൽ ഗുപ്ത മാഗിയുടെ വീട്ടിലെത്തിച്ചേരുന്നു. മാഗിയുടെ അമ്മ മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയോട് തൻ്റെ മകനെക്കുറിച്ചും മകൻ്റെ അവസ്ഥയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും അന്വേഷിക്കുന്നു. അവസാനം അവർ കിട്ടിയ ഒരു ക്രിസ്റ്റൽ റിങ് കൊണ്ടുവന്നിട്ട് അതിൽ നോക്കാൻ, ആ റിങ്ങിനുള്ള മാജിക്കൽ പവർ അനുസരിച്ച് കൊണ്ട് ഒരു ഇന്ത്യക്കാരൻ അതിൽ നോക്കിയാൽ ഭാവി കാണാൻ പറ്റുമെന്നുള്ളതും തൻ്റെ മകനെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു. ഗുപ്ത നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. When Mr. Gupta visited their home, Mrs. Clifford requested him to look into the crystal of a ring sent by Frank from India. They believed that the ring has magical powers and a Hindu will be able to see the future and predicts if he concentrates on the crystal. അതാണ്, ഒരു ഹിന്ദു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭാവി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് അവർ വിശ്വസിക്കുന്നു. മിസ്റ്റർ ഗുപ്ത ട്രൈസ് ബട്ട് ഫെയിൽസ്. പക്ഷേ മിസ്റ്റർ ഗുപ്ത നോക്കിയെങ്കിൽ ഒന്നും കാണാൻ പറ്റിയില്ല. ഒന്നും ഗുപ്തക്ക് കാണാൻ പറ്റാതായപ്പോൾ മാഗിയെയും മിസ്സസ് ക്ലിഫോർഡിനെയും അത് വല്ലാതെ നിരാശപ്പെടുത്തി. ദിസ് ഡിസപ്പോയിൻറ്റ്സ് ഹെർ. ലേറ്റർ മിസ്സസ് ക്ലിഫോർഡ് ഫാൾസ് ഇൽ. പിന്നെയും കഥ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങളും നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. പിന്നെ നമ്മൾ പ്രതിപാദിക്കുന്നത് മിസ്സസ് ക്ലിഫോർഡിന് രോഗബാധിതയെ മാറുന്നു. Maggie requests him to come home and look once again into the crystal and tell her mother that Frank is all right. As this would help her to recover, he agrees to tell this harmless lie. Then her mother recovered from illness. Later, Gupta comes to know that Frank had died in the war. Gupta feels very sad. അപ്പോൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്, മിസ് ക്ലിഫോർഡ് രോഗം ബാധിച്ച് കിടക്കുകയാണ്. മാഗി മിസ്റ്റർ ഗുപ്തക്കൊരു ലെറ്റർ എഴുതുന്നുണ്ട്, ഒന്ന് തൻ്റെ വീട്ടിൽ വരെ വരണമെന്നും ഒന്ന് അമ്മയെ കാണണമെന്നും. അങ്ങനെ ഫ്രാങ്ക് വീട്ടിലെത്തിച്ചേരുകയാണ്. അവിടെ മാഗി നടത്തുന്ന റിക്വസ്റ്റ് ഉണ്ട്, താങ്കൾ ഒരിക്കൽ കൂടി ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് തൻ്റെ സഹോദരൻ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് അമ്മയോട് പറയണം. ആസ് ദിസ് വുഡ് ഹെൽപ്പ് ഹെർ ടു റീകവർ, ഹി അഗ്രീസ് ടു ടെൽ ദിസ് ഹാംലെസ് ലൈ എന്നാണ് പറയുന്നത്. അത് ആ അമ്മയുടെ അസുഖം ഭേദമാകാൻ ഹെൽപ്സ് ടു റീകവർ, അല്ലെ, അവളുടെ അസുഖം മാറാൻ സഹായിക്കുമെങ്കിൽ ഹി അഗ്രീസ് ടു ടെൽ ദിസ് ഹാംലെസ് ലൈ, ഉപദ്രവമില്ലാത്ത കളവ് പറയാൻ മിസ്റ്റർ ഗുപ്ത സമ്മതിക്കുന്നു. ദെൻ ഹെർ മദർ റീകവേർഡ് ഫ്രം ഇൽനസ്. അങ്ങനെ അമ്മ വീണ്ടും അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യപ്പെടുകയാണ്, മാറി സാധാരണഗതിയിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ലേറ്റർ ഗുപ്ത കംസ് ടു നോ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. പിന്നീട് ഗുപ്ത അറിഞ്ഞു ഫ്രാങ്ക് യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന കാര്യം ദിവസങ്ങൾക്ക് ശേഷം ഗുപ്ത മനസ്സിലാക്കുകയാണ്.
അതറിഞ്ഞപ്പോൾ ഗുപ്ത ഫീൽസ് വെരി സാഡ്. ഗുപ്തക്ക് വല്ലാത്ത സങ്കടമുണ്ടായിട്ടുണ്ട്. അടുത്തതിൻ്റെ കൺക്ലൂഡിങ് ആയിരിക്കുന്ന പാരഗ്രാഫാണ്, അവസാന പാരഗ്രാഫാണ് ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഉൾപ്പെടുന്ന പാരഗ്രാഫ്. ഒപ്പം തന്നെ ഈ സ്റ്റോറിയുടെ ടൈറ്റിലിൻ്റെ ആപ്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന പാരഗ്രാഫാണ് അവസാന പാരഗ്രാഫ്. അതിങ്ങനെയാണ്: Then in the morning of his last day in London, Maggie came to see him. He was packing up things. She gave him a shilling to buy flowers and place them on her brother's grave in Punjab. The 1 shilling that Maggie gives him is hard-earned money. At first, Mr. Gupta thinks of returning it, but later he decides to take it as he does not want to deny her this joy of sacrifice. What is the price of those flowers? It is not certainly 1 shilling. The flowers are priceless when we consider Maggie's feelings towards her brother. So the title of the story is an apt one. The story is really a touching one. The story opens and ends with the meeting between Mr. Gupta and Maggie. അവസാനത്തെ കൺക്ലൂഡിംഗ് പാരഗ്രാഫാണ്. ഗുപ്ത തൻ്റെ അവസാനത്തെ ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ മാഗി വീണ്ടും ഗുപ്തയെ കാണാൻ വരികയാണ്. മാഗി കെയിം ടു സീ ഹിം. ഹി വാസ് പാക്കിംഗ് അപ്പ് തിങ്സ്. തൻ്റെ വസ്തുക്കളൊക്കെ പാക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് മാഗി വന്നിട്ട് സംസാരിക്കുന്ന അവസാനം, ഷീ ഗേവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആ ഒരു സീനാണത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷില്ലിംഗ് ഗുപ്തയുടെ കൈ കൊടുത്തിട്ട് തൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിലേക്ക് ഗ്രേവിലേക്ക് പൂക്കൾ വാങ്ങി വെക്കണമെന്ന് ഏതൊരു സഹോദരിയും തൻ്റെ സഹോദരനോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്തത് ഗുപ്തയിലൂടെ സാധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. The 1 shilling that Maggie gives him is hard-earned money. കഠിന പ്രയത്നത്തിലൂടെ, ഹാർഡ് ഏൺഡ് മണിയാണ്, കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്ത് സമ്പാദിച്ച ഒരു സംഖ്യയായിരുന്നു അത്. അറ്റ് ഫസ്റ്റ് മിസ്റ്റർ ഗുപ്ത തിങ്സ് ഓഫ് റിട്ടേണിങ്. ആദ്യം ഗുപ്ത ഇന്ത്യയിൽ പൂക്കൾക്ക് വിലയില്ല, വലിയ വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും, ബട്ട് ലേറ്റർ ഹി ഡിസൈഡ്സ് ടു ടേക്ക് ഇറ്റ് ആസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡെനി ഹെർ ദിസ് ജോയ് ഓഫ് സാക്രിഫൈസ് എന്നാണ്. ആ പൂക്കൾ വാങ്ങാൻ പണം തരുന്നതിലൂടെ മാഗിക്ക് കിട്ടുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ത്യാഗത്തിൻ്റെ സന്തോഷം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതിയിട്ട് ആ പണം വാങ്ങുന്നു. അവിടെ നിങ്ങോട്ട് വീണ്ടും അവിടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യമാണ്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദോസ് ഫ്ലവേഴ്സ്? ആ പൂക്കളുടെ വില യഥാർത്ഥ വില മാത്രമാണോ? ഇറ്റ് ഈസ് നോട്ട് സർട്ടൻലി 1 shilling. 1 shilling എന്നുള്ള യഥാർത്ഥ വിലയല്ല. ദ ഫ്ലവേഴ്സ് ആർ പ്രൈസ്ലെസ്. പൂക്കൾ വിലമതിക്കാനാവാത്തതാണ്. when we consider Maggie's feelings towards her brother. മാഗിക്ക് തൻ്റെ സഹോദരനോടുള്ള ആ ഫീലിംഗുമായി ബന്ധപ്പെടുത്തുമ്പോൾ വിലമതിക്കാനാവാത്തതാണ്. ദാറ്റ് ഈസ് വൈ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് ആൻ ആപ്റ്റ് വൺ. ഈ കഥയുടെ ടൈറ്റിൽ അവിടെയാണ് ഏറ്റവും ആപ്റ്റായി മാറുന്നത്. ദ സ്റ്റോറി ഈസ് റിയലി എ ടച്ചിങ് വൺ. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. The story opens and ends with the meeting between Mr. Gupta and Maggie. ഈ കഥയുടെ പ്രത്യേകത, കഥ തുടങ്ങുന്നത് മിസ്റ്റർ ഗുപ്ത മാഗിയെ കണ്ടുമുട്ടുമ്പോഴാണ്, കഥ അവസാനിക്കുന്നതും മിസ്റ്റർ ഗുപ്തയും മാഗിയും നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് എന്നുള്ള പ്രത്യേകത കൂടെ ഈ ഒരു സ്റ്റോറിക്കുണ്ട്. ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു റിവ്യൂ എന്ന രൂപത്തിൽ നൽകിയിരിക്കുന്ന നോട്ട്. നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ഏതരത്തിൽ വരുന്ന ചോദ്യത്തിനും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണത്. ഒരു ഡിസ്കോസാണ് നൽകിയിരിക്കുന്നത്, എസ്സേ ആണ് നൽകിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റ് ഒരു ഡിസ്കോസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി വരാറുണ്ട്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത വരാറുണ്ട്. അത് രണ്ടിൻ്റെയും വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു നോട്ട് ഞാൻ അവിടെ നൽകുകയാണ്. നിങ്ങൾക്ക് ഇത് കുറേ കൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് വലുതാക്കിയിട്ട് എഴുതാം. ബട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും ബൈഹാർട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി സിമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നൽകുന്നത്. Character sketch of Maggie. Maggie is the main character in the story The Price of Flowers. She was an adolescent girl of 13 years old. She sacrificed all her joys of her age. Her clothes revealed her poverty. She loved her family very much. She was so depressed about her brother who was a soldier in India. But she was positive towards life. She was very practical in life. She was ready to face the challenges of life. She could play violin. She kept her house neat and clean. She struggled to earn 1 shilling to buy flowers for her brother. She was a symbol of love and innocence. ചുരുക്കിയ ഒരു രൂപത്തിലുള്ള ഒരു
ക്യാരക്ടർ സ്കെച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. മാഗി ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾക്കറിയാം. ഷി വാസ് എൻ അഡോളസെൻറ്റ് ഗേൾ ഓഫ് 13 years ഓൾഡ്. അത് നിങ്ങൾക്കറിയാം. ഷി സാക്രിഫൈസ്ഡ് ഓൾ ഹെർ ജോയ്സ് ഓഫ് ഹെർ ഏജ്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള എല്ലാ സന്തോഷങ്ങളും സാക്രിഫൈസ്ഡ്, ത്യാഗം ചെയ്തു. ഹെർ ക്ലോത്തസ് റിവീൽഡ് ഹെർ പോവേർട്ടി. അവളുടെ വസ്ത്രത്തിൽ തന്നെ അവളുടെ ദാരിദ്ര്യം കാണാമായിരുന്നു. ഷി ലവ്ഡ് ഹെർ ഫാമിലി വെരി മച്ച്. ഷി വാസ് സോ ഡിപ്രസ്ഡ് അബൌട്ട് ഹെർ ബ്രദർ ഹു വാസ് എ സോൾജിയർ ഇൻ ഇന്ത്യ. ഡിപ്രസ്ഡ്, അവൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു, പ്രയാസം അനുഭവിച്ചിരുന്നു തൻ്റെ സഹോദരനെ കുറിച്ച് ഓർത്തിട്ട്. ബട്ട് ഷി വാസ് പോസിറ്റീവ് ടുവാർഡ്സ് ലൈഫ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും മാഗി ജീവിതത്തെക്കൂട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചവളായിരുന്നു. ഷി വാസ് വെരി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്. ജീവിതത്തിൽ പ്രായോഗികമായ ജീവിതത്തെ മുന്നിൽ കണ്ട് മുന്നോട്ട് പോയവളാണ് മാഗി. ഷി കുഡ് പ്ലേ വയലിൻ. ഷി വാസ് റെഡി ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ വരാൻ പോകുന്ന വന്നു ചേർന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറായിരുന്നു. ഷി കെപ്റ്റ് ഹെർ ഹൗസ് നീറ്റ് ആൻഡ് ക്ലീൻ. ആ വീട്ടിൽ പോയപ്പോൾ ഗുപ്ത മനസ്സിലാക്കിയിട്ടുണ്ട്, വീട് ചെറുതാണെങ്കിലും ദാരിദ്ര്യമുള്ള വീടാണെങ്കിലും അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കൊണ്ട് നടക്കുമായിരുന്നു മാഗി. ഷീ സ്ട്രഗിൾഡ് ടു ഏൺ 1 shilling ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ഹെർ ബ്രദർ. ഇത്രയും ദാരിദ്ര്യമായിട്ടും തൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കാൻ പൂക്കൾ വാങ്ങാൻ വേണ്ടി 1 shilling അവൾ സമ്പാദിച്ചു വെച്ചിരുന്നു. ഷി വാസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് ഇന്നസെൻസ്. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ മാഗിയെ നമുക്ക് ലവിൻ്റെയും ഇന്നസെൻസ്, നിഷ്കളങ്കതയുടെയും സിംബലാണെന്ന് വിളിക്കാം. അടുത്തത് മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്കറിയാം, ഗുപ്ത എന്ന് പറയുന്നത് ഈ കഥയുടെ നെറേറ്ററാണ്. Gupta is the narrator of the story The Price of Flowers. He made the life of Maggie and her family hopeful. He was a good observer. He considered others with love and care. His words and deeds changed the lives of Maggie and her mother. He loved and cared the family. He told a lie to console the mother of Maggie. He accepted the shilling offered by Maggie to buy flowers and placed them on her brother's grave. He considered Maggie as his sister. His simplicity and humility made the difference. അപ്പോൾ ഗുപ്ത ഈ കഥയുടെ നെറേറ്ററാണ്. ഹി മെയ്ഡ് ദ ലൈഫ് ഓഫ് മാഗി ആൻഡ് ഹെർ ഫാമിലി ഹോപ്പ്ഫുൾ. മാഗിയുടെയും അവരുടെ അമ്മയുടെയും കുടുംബ ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കി മാറ്റുന്നതിൽ ഗുപ്ത നിർണായകമായ പങ്ക് വഹിച്ചു. ഹി മെയ്ഡ് ദ ലൈഫ് ഓഫ് മാഗി ആൻഡ് ഹെർ ഫാമിലി ഹോപ്പ്ഫുൾ. ഹി വാസ് എ ഗുഡ് ഒബ്സർവർ. കാര്യങ്ങൾ നന്നായി നിരീക്ഷിക്കാൻ കഴിവുള്ളവനായിരുന്നു ഗുപ്ത. ഹി കൺസിഡേർഡ് അതേഴ്സ് വിത്ത് ലവ് ആൻഡ് കെയർ. മറ്റുള്ളവരെ സ്നേഹത്തോടെയും കെയറോടുകൂടിയും പരിഗണിച്ചു. ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ചേഞ്ച്ഡ് ദ ലൈഫ്സ് ഓഫ് മാഗി ആൻഡ് ഹെർ മദർ. ഗുപ്തയുടെ വാക്കുകളും ഗുപ്തയുടെ പ്രവൃത്തികളുമാണ് നിരാശയിൽ ആണ്ടുപോയിരുന്ന മാഗിയുടെയും മദറിൻ്റെയും ജീവിതത്തെ മാറ്റിമറിച്ചത്. ഹി ലവ്ഡ് ആൻഡ് കെയർഡ് ദ ഫാമിലി. ഹി ടോൾഡ് എ ലൈ ടു കൺസോൾ ദ മദർ ഓഫ് മാഗി. അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരിക്കലൊരു കളവ് തന്നെ പറയാൻ തയ്യാറായി. ഹി ആക്സെപ്റ്റഡ് ദ ഷില്ലിംഗ് ഓഫേർഡ് ബൈ മാഗി ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗിസ് കൊടുത്തിരുന്ന ആ ഷില്ലിംഗ് സ്വീകരിച്ചു. എന്തിനു വേണ്ടി കൊടുത്തത്? തൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വെക്കാൻ വേണ്ടി കൊടുത്ത ഷില്ലിംഗ് സ്വീകരിക്കാൻ തയ്യാറായി. ഹി കൺസിഡേർഡ് മാഗി ആസ് ഹിസ് സിസ്റ്റർ. മാഗിയെ തൻ്റെ സഹോദരിയായിട്ട് പരിഗണിച്ചു. ഹിസ് സിംപ്ലിസിറ്റി, തൻ്റെ ആ ലാളിത്യവും ഹ്യൂമിലിറ്റി മെയ്ഡ് ദ ഡിഫറൻസ്. ആ വിനയവും, അതാണ് ഹ്യൂമിലിറ്റി, ലാളിത്യവും വിനയവും ഒക്കെ ഉള്ള ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ഗുപ്ത എന്നതാണ് ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച്. ഈ 2 ക്യാരക്ടർ സ്കെച്ചും എഴുതിയെടുത്ത് പഠിക്കണം. Then there is a possibility of asking a letter from this story. Gupta reached India and he visited Frank's graveyard. After visiting Frank's graveyard, he wrote a letter to Maggie. Draft a letter assuming that you are Mr. Gupta എന്ന രൂപത്തിൽ ചോദ്യം വരാറുണ്ട്. അത്തരം ചോദ്യം വരുമ്പോൾ ഏതാണ്ട് ആൻസറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആദ്യം നമ്മൾ എഴുതുന്നു. ഒരു ഇൻഫോർമൽ ഫ്രണ്ട്ലി ലെറ്ററാണ്. ദെൻ ഡിയർ ഫ്രണ്ട് മാഗി എന്ന് തുടങ്ങിയിട്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹൗ ആർ യു, ഹോപ്പ് യുവർ മോം ഈസ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ ശേഷം ആസ് പ്രോമിസ്ഡ് ഐ വിസിറ്റഡ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് അറ്റ് Fort Monroe and kept a bunch of flowers on it. After leaving you and your mother, I was always trying to find a day to visit the place where the soul of your brothers rests. Are you happy now? I really felt like talking to his soul. I told him that he's lucky of having a sister like you and a lovable mother.
I promised him that one day I would take you and your mother at Fort Monroe to visit his grave. അവസാനമായിട്ട് സബ്സ്ക്രിപ്ഷൻ ലവിംഗ്ലി പേര് മിസ്റ്റർ ഗുപ്ത. ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഈ ലെറ്റർ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലെറ്റർ തിരിച്ച് മാഗി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് ചെയ്തുകൊണ്ട് ഗുപ്തക്ക് എന്ന ലെറ്റർ പരീക്ഷയ്ക്ക് വന്നേക്കാം. അത് നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കി വെക്കുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം സാധ്യമാകുന്ന ചോദ്യത്തിൻ്റെ മാതൃക, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ കൂടി നിങ്ങൾ വായിച്ചിട്ട് മറ്റുള്ള ഡിസ്കോഴ്സുകൾ കൂടെ പരിചയപ്പെടുക, എഴുതിയെടുക്കുക, പഠിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അറിയിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.